ജെയിംസേ, നമുക്ക് ആ സമയത്ത് ചെല്ലാൻ പറ്റുള്ളൂ. ബ്ലോക്കില്ലെങ്കിൽ കുഴപ്പമില്ല ഏട്ടാ. RCCയിൽ സമയം വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല, 2 മണിക്ക് മുമ്പ് ചെന്നാ മതി. ആ, 2 മണിക്ക് മുമ്പായിട്ട് എന്തായാലും എത്തും. ചേട്ടൻ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ഇനി ഈ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ചേട്ടന് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണോ? നമ്മളിപ്പോൾ പോകുന്ന വഴി ചെന്നിത്തല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഫാത്തിമ മാതാവിൻ്റെ പേരിലൊരു പള്ളിയുണ്ട്. നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചാലോ? തനിക്കത്ര വിശ്വാസമാണെങ്കിൽ നമുക്ക് അവിടെ കൂടെ കയറി പ്രാർത്ഥിക്കാം. അറിയാ മതിയായിരുന്നു. ചേട്ടൻ വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവ് എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും. എനിക്ക് 100% വിശ്വാസമുണ്ട്. ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ പള്ളി. മോനെ ചിക്കു, വാ എഴുന്നേക്ക. ചേട്ടാ, തീപ്പെട്ടിയുണ്ടോ? ആ തൂണ്ട പുറകിലുണ്ട്. ചേട്ടാ, നിങ്ങളെല്ലാവരും എവിടുന്നാ? ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുക. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഞങ്ങൾ തിരുവനന്തപുരം RCC വരെ പോവുക. കുഞ്ഞിന് സുഖമില്ലാത്ത. വിഷമിക്കണ്ട, മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. മാതാവ് എല്ലാം മാറ്റിത്തരും. ചേട്ടാ, ഞങ്ങൾക്ക് മാതാവിനെ കാണിച്ചു തരാൻ പറ്റൂ? അതെന്താ, കാണിച്ചു തരാമല്ലോ. വരൂ. ഇതാണ് ഇവിടുത്തെ മാതാവ്. എല്ലാ സങ്കടവും മാതാവിനോട് പറഞ്ഞു, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അതെന്തുവാ മോനെ, അത് ഇവിടുത്തെ നേർച്ചയാ.
സന്താന ഭാഗ്യത്തിനുള്ള തൊട്ടില. എന്തൊക്കെയാ ഇവിടെ നേർച്ചകളൊക്കെ? അമ്പ് നേർച്ച, ഉള്ളിച്ച നേർച്ച, ആൾരൂപ നേർച്ച, നോട്ടുമാല നേർച്ച, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ. ഇനിയൊരു പ്രത്യേകതകളുണ്ട്. 20 അടി ഉയരമുള്ള ഫാത്തിമാതാവിൻ്റെ രൂപം ഈ പള്ളിയിൽ മാത്രമേ ഉള്ളൂ. അതെവിടെയാ? വരൂ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മാതാവ്. എന്നാണ് ഇവിടുത്തെ പെരുന്നാള്? ജനുവരി 3-ാം തീയതി ഒരിക്കൽ ധ്യാനത്തോടുകൂടി പെരുന്നാൾ ആരംഭിക്കും. 4-ാം തീയതിയാണ് കൊടിയേറ്റ്. 7-8 ഇവിടുത്തെ പെരുന്നാൾ. അപ്പൊ കുഞ്ഞിന്റെ അസുഖമൊക്കെ മാറിയിട്ടെ നിങ്ങളുടെ മാതാവിനെ കാണാൻ ഒരു ദിവസം വാ. തീർച്ചയായിട്ടും ഞങ്ങൾ വരും. ഇവിടെ വരുന്നിടം വരെ ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു. ഇവിടെ വന്നു മാതാവിനെ കണ്ടു, തൊഴുതു, വലിയ സന്തോഷം. ഇവന്റെ അസുഖമൊക്കെ മാറി ഇവിടുത്തെ പെരുന്നാളിൽ ഞങ്ങളും ഉണ്ടാകും കൂടാൻ. മാതാവ് അനുഗ്രഹിക്കട്ടെ. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവും. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ചെന്നിത്തല മടത്തുംപടി ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാൾ ജനുവരി മാസം 4 മുതൽ 8 വരെ ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും വരവും നിങ്ങളുടെ സാമീപ്യവുമൊക്കെ എന്നും അനുഭവിച്ചറിയുന്ന ഒരു പ്രദേശമാണ് ചെന്നിത്തല ഫാത്തിമ മാതാ ദേവാലയം. അനേകായിരം മക്കളാണ് അനുദിനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കൾക്കും അവരാഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹത്തിനകത്തുള്ള പ്രതീക്ഷയോടെ അനുഗ്രഹങ്ങൾ വാങ്ങി അവർ കടന്നു പോവുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം കാണുവാനായിട്ട് അനേകായിരം മക്കളാണ് ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി പണി കഴിപ്പിച്ച ക്രിസ്തുരാജിൻ്റെ കുരിശടിയും ഒപ്പം തന്നെ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോയും കാണുവാനും പ്രാർത്ഥിക്കുവാനും അനേകായിരം മക്കൾ കടന്നു വരുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും ഹൃദ്യമായ സ്നേഹത്തിനും കരുതലിനുമൊക്കെ ഇത്തരത്തിൽ നന്ദി അറിയിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ കന്യകാമറിയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിനങ്ങളിലേക്കും ഒപ്പം തന്നെ 3-ാം തീയതി നടക്കുന്ന ജോസഫ് പുതൻപുരയച്ച നയിക്കപ്പെടുന്ന ധ്യാനത്തിലേക്കും നിങ്ങളേവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രാവിലെ 3-ാം തീയതി രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് തുമ്പരക്കിലാച്ചൻ്റെ ധ്യാനം നടത്തപ്പെടുന്നത്. അതിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.